പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം സ്വദേശികളാണ്. ഈ സ്കൂളിന് സമീപത്ത് തന്നെയാണ് ഇവരൊക്കെ തന്നെയും താമസിക്കുന്നത്. അവിടെ തന്നെയുള്ള സ്വദേശികൾ കൂടിയാണ്. ആ സ്കൂളിൽ നിന്നൊരു വലിയ വേദനയുടെ അങ്കണമായി ആ സ്കൂൾ മുറ്റം മാറിയിരിക്കുകയാണ്. സ്കൂളിന് ചുറ്റും അവിടെയുള്ള ആളുകളൊക്കെയും തടിച്ചുകൂടിയത് നമ്മൾ വൈകുന്നേരം തന്നെ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. LP സ്കൂളാണ്. കുഞ്ഞുകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഷഹീദുണ്ട് ആ സ്കൂളിന് മുൻപിൽ നിന്ന്. മുഹമ്മദ് ഷഹീദ് ശരിയാണ്. ഷഹീദ്, അവിടെയുള്ള ആളുകൾക്ക് ഇനിയും വിശ്വസിക്കാനാകാൻ പറ്റാത്ത വണ്ണമുള്ള വേദനയായിരിക്കും. അവർ ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും കുറേ വൈകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ആ സ്കൂളിലെ അധ്യാപകരൊക്കെയും ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവിടെ നിന്നും ആംബുലൻസുകൾ ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഗോകുൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാവുന്ന വിവരങ്ങൾ എന്താണ്? പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധ്യാപകർ, കുറുവ LP സ്കൂളിലെ അധ്യാപകർ എന്നുള്ള വെറും ഒരു അധ്യാപകർ മാത്രമല്ല, നാട്ടിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും മറ്റ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ആളുകളാണ്. കുറുവ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അജിത ടീച്ചർ HM ആണല്ലോ അല്ലേ? അവർക്ക് നിങ്ങൾ നേരത്തെ അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഒന്നെന്താ വെച്ചാൽ പ്ലാമന്തോളാണ് അവരുടെ സ്വദേശം. പിന്നെ ഇവിടെ കുറുവ സ്കൂളിന്റെ HM, അതിലപ്പുറം പഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആയിരുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണേ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണേ. പിന്നെ ചെയ്യണം, അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യണം, പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമല്ല, ഓടി നടന്നുണ്ട്. നമുക്ക് കണ്ണിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ഓടി നടന്ന് ഫുള്ള് കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നതാണ്. സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കുറുവ വലിയ പഞ്ചായത്താണ്. ഇപ്പം 24 വാർഡുണ്ട്. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ 22 വാർഡായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സ്കൂളിൻ്റെയും മൊത്തം കായിക രംഗത്താണെങ്കിലും പിന്നെ അതേപോലത്തെ ഒരുപാട് പ്രൊജക്റ്റുകൾ വെച്ചിരുന്നു. അപ്പോൾ മറ്റു പലരും ബാക്കിലേക്ക് നിന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ മടിച്ചു നിന്ന പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അതൊക്കെ 100% അവരെ ആ ഒരു സമയത്ത് പ്രാവർത്തികമാക്കിയതാണ്. അത് മാത്രല്ല നമ്മളെ LP സ്കൂളിന് ഒരു ഹാള് ഷീറ്റ് ഇട്ടതായിരുന്നു. അപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്ന് അതിന് ഫണ്ട് വെപ്പിച്ച് ഞാൻ ഇറങ്ങണതിന്റെ മുമ്പ് തന്നെ അതിന്റെ പ്രവൃത്തി തുടങ്ങി വെച്ച് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന്റെ മുമ്പായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിനെനിക്കറിയാം എത്രത്തോളം പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളെ AE ഇംപ്ലിമെന്റിംഗ് ഓഫീസർ AEന്റെ റൂമിൽ ദിവസം എന്ന് അറിയും പോലെ, സാധാരണ നമ്മളൊരു ഓഫീസർ അങ്ങനെ വരൂല. അപ്പോൾ ഒരുപാട് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന് പുരോഗതി വരണം എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അധികം നമ്മൾ കാണാൻ പറ്റൂല. പലപ്പോഴും നമ്മൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കല, ഒന്ന് ചെയ്യുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ഇതെന്താ വെച്ചാൽ ടീച്ചർ ആ പ്രൊജക്ട് വെക്കണം, ഈ പ്രൊജക്ട് വെക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കായികക്ഷമത വരുത്താനുള്ള പ്രൊജക്റ്റുകൾ വെക്കണം എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും ഉണ്ടാവും കൂടെ. പഞ്ചായത്തിൽ എൻ്റെ അടുത്ത് എപ്പോഴും വരും, കാര്യങ്ങൾ ചെയ്യും. ഫുള്ള് കുട്ടികളോടൊക്കെ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബന്ധം ടീച്ചേഴ്സൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ലാസ്റ്റിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ സമയത്ത് ടീച്ചർ കാര്യം പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലറിനെ വെക്കണം എന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചറായിരുന്നു. കുട്ടികളെ അത്രയും ആത്മാർത്ഥമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ടീച്ചർ. കുട്ടികളായിട്ട് ഒരു സുഹൃത്തായിട്ട് നമ്മൾ എപ്പോഴും സ്കൂളിലെ അധ്യാപക എങ്ങനെയാവണം നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഫണ്ട് വക മാറ്റി കൊടുത്തുകൊണ്ട് ഒരുപാട് പദ്ധതികൾ കൊടുത്തിരുന്നു. കാരണം ഇവർക്ക് നടത്താൻ പറ്റും, ഇവർ ചെയ്യുന്നില്ലേ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അത് മുഴുവനായിട്ട് 100% ഇപ്പം മാർച്ചാണ് നമ്മളെ ഇംപ്ലിമെന്റിന്റെ സമയം. ആ സമയത്തിൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിക്കും. സ്വയം താല്പര്യം എടുത്തുകൊണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യലെന്താ വെച്ചാൽ അടിച്ചേൽപ്പിക്കലാം, നിങ്ങളിതൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ പലരും ഈ വാർത്തറിഞ്ഞ് ഭയങ്കര അതിൻ്റെ ഒരു എല്ലാവരും നല്ല ഷോക്കിലാണ്. കുട്ടികളായിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സാണ് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ. ഇപ്പോൾ പക്ഷേ അത് ആ രീതിയിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവരൊക്കെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവരുടെ പേരെങ്ങനെ? വൈസ് പ്രസിഡന്റ് സുലൈഖ. ഇവരൊക്കെ ഈ HM ആയിരുന്ന സമയത്ത് ഈ അവരുടെ പ്രവർത്തനം ഈ സ്കൂളിന് വേണ്ടിയിട്ട്, നാട്ടിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ പഞ്ചായത്തിൽ നിരന്തരമായി, അവിടുത്തെ ഈ പഞ്ചായത്തിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കൂടിയായിരുന്നു. ഈ സ്കൂളിൻ്റെയും തൊട്ടടുത്തുള്ള സ്കൂളിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന അവരുടെ ഓർമ്മകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? എന്താണ് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ അങ്ങോട്ട് തിരിച്ചിട്ടുള്ള യഥാർത്ഥ നിജസ്ഥിതി അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മുടെ നാടിന് നടുക്കിയ സംഭവം ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര ഒരു എന്താ പറയേണ്ടത്. സ്കൂളിലുള്ള അധ്യാപകരാണല്ലോ ഏറെക്കുറെ മുഴുവനായിട്ടും അങ്ങനെ ഒരു അപകടത്തിൽ പെടുക എന്നുള്ളൊരു സാഹചര്യം. അത് നാടിന് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നത് താങ്ങാൻ പറ്റാത്തൊരു ആഘാതം തന്നെയാണ്. ഞങ്ങൾ എന്താ പറയേണ്ടത് അറിയില്ല, അത്രത്തോളം ഷോക്ക്. കുട്ടികളൊക്കെ എന്താ പറയുന്നത്? കുട്ടികളൊക്കെ അറിഞ്ഞു
കുട്ടികൾ കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. അവരവരുടെ വീടുകളിൽ തന്നെ ഇത് അറിയിച്ചിട്ടില്ല. മറ്റേത് ടൂർ പോയ ടീച്ചേഴ്സിൻ്റെ വീട്ടിൽ തന്നെ യഥാർത്ഥ വിവരം നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല തോന്നുന്നു. തീർച്ചയായും അങ്ങനെ കുട്ടികൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഇതുവരെ. കാരണം അവർ പ്രിയപ്പെട്ട അധ്യാപകരാണ്, അധ്യാപികമാരാണ്. അവരെ ഒരു അധ്യാപികർ എന്നതിൽ ഉപരിയായി വളരെ സ്നേഹത്തോടു കൂടി അവരുടെ പഠന പ്രവർത്തനത്തിലും ഇറങ്ങിയ സംഘമാണ്. അവരിങ്ങനെ ജീവനില്ലാതെ തിരികെ വരുമെന്നുള്ളത് ഒരു തരത്തിലും ആ ഒരു കുടുംബത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ല. ഇവരൊക്കെയും അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളാണ്. അവരൊക്കെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഉൾക്കൊള്ളാനൊക്കെ കുറേ സമയമെടുക്കും. ഇത്രയും പേരും, അതായത് 8 പേരും സ്ത്രീകളായി ഉണ്ടായിരുന്ന 8 പേരുടെയും മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി മാത്രമാണ് ഇതിൽ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നത്.